മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം പ്രവാചകൻ കാത്തുസൂക്ഷിച്ച പ്രവാചകൻ്റെ സ്വഭാവ സൽഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു ഖുതുബയിലൂടെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കി. പ്രവാചകൻ തൻ്റെ ഭാര്യമാരോട്, തൻ്റെ സന്താനങ്ങളോട്, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ അടിമകളോട്, തൻ്റെ ശത്രുക്കളോട് പോലും പ്രവാചകൻ വർത്തിച്ച പെരുമാറ്റത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കഴിഞ്ഞൊരു ഖുതുബയിൽ നാം മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവനമായ സ്മരണകൾ പല രൂപത്തിലെ അയവർക്കുന്ന ഈയൊരു മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്ദരമായ ജീവിതത്തെ എടുത്തു കാണിക്കുന്നവരും, എന്നാൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും വെമ്പൽ കൊള്ളുന്നവരും ഈ മാസത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ഇവിടെ മുസ്ലിമീങ്ങളെന്ന നിലക്ക്, മുഅ്മിനീങ്ങളെന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അസ്വാബ അഹദുക്കും മുസീബത്തുൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുസീബത്ത് ബാധിക്കുകയാണെങ്കിൽ, പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാവുകയാണെങ്കിൽ, ഫൽയദ്കുർ മുസീബതഹു ബി, അവർ എനിക്ക് ബാധിച്ച മുസീബത്തിനെ കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, അതാണ് ഏറ്റവും വലിയ മുസീബത്ത്, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസവും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളതിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ ഭിന്നത വളരെ തുച്ഛമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത്. അങ്ങനെ ചർച്ചകൾ പല രൂപത്തിലുണ്ട് എങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്നാൽ സ്വഹാബത്ത് ഈ ദിവസങ്ങളും പ്രവാചകൻ്റെ വഫാത്തും അതിനുശേഷമുള്ള വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ ആലോചനയിലും അവരുടെ ചിന്തയിലും ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ദിനത്തെക്കുറിച്ചായിരുന്നു എന്നുള്ളത് ഹദീസുകൾ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ, അവസാനത്തെ റമളാനിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയ കാര്യമാണ്. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാഇൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിടവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട, തൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട തൻ്റെ സൂചനകൾ സഹാബത്തിന് കൊടുക്കുന്നുണ്ട്. അറഫ മൈതാനിയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. ഏ സ്വഹാബ, ഈ അടുത്തൊരു വർഷം ലഅല്ലി അൽഖാകും ബഅദ യൗമി ഹാദാ, ഇതേപോലെയുള്ള ഒരു ദിവസം ഇനി നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടണമെന്നില്ല. ഇനിയൊരു വർഷത്തിൽ നിങ്ങളോട് ഈ രൂപത്തിൽ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ റസൂലുള്ളാഹിൻ്റെ മൊഴിമുത്തുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു ഉപദേശമായിരുന്നു. അങ്ങനെ എത്രയെത്ര ഉപദേശങ്ങളെ ജംറയിലെ കല്ലെറിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹ് ഒരു ഒട്ടകപ്പുറത്തിരുന്നിട്ട് ജംറയിലേക്ക് കല്ലെറിയുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖുദൂ മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഈ ഹജ്ജ് കർമ്മം എന്ത് ചെയ്യണം? ഏറ്റവും മനോഹരമായ രൂപത്തിൽ പഠിച്ചെടുക്കണം.
فإني لا أدري لعلي لا أحج بعد عامي هذا. അടുത്തൊരു വർഷം ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉണ്ടാവണമെന്നില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൊടുത്ത ഉപദേശമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രവാചകൻ്റെ വഫാത്തിൻ്റെ നിമിഷങ്ങൾ ഇങ്ങനെ അടുത്തു തുടങ്ങി എന്നുള്ള ഹിജറ 11-ാം വർഷം, ഹിജറ 11 സഫർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ബഖീഅയിൽ, മദീനയിലെ ബഖീഅയിൽ നിന്ന് ഒരു ജനാസയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മടങ്ങുമ്പോൾ മരണത്തിന് കാരണമായ, വഫാത്തിന് കാരണമായ തലവേദന ആരംഭിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ദിവസം ജമാഅത്തിന് നേതൃത്വം നൽകി. ഈ തലവേദന വന്നും ഈ പ്രയാസങ്ങൾക്കൊടുവിലും പ്രതിസന്ധികൾക്കൊടുവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ദിവസം ജമാഅത്തിന് നേതൃത്വം നൽകിയെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്തായിരുന്നു? സുബഹി നമസ്കാരത്തിന് പള്ളിയിലുണ്ടാവും. അതിനുശേഷം സൂര്യോദയം വരെ ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലുമായി പ്രവാചകൻ കഴിച്ചുകൂട്ടും. എന്നിട്ട് ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്ന് സലാം പറഞ്ഞ് കുശലാന്വേഷണങ്ങൾ നടത്തി സഹായിക്കേണ്ട മേഖലകളുണ്ടെങ്കിൽ സഹായിച്ച് അന്നത്തെ ഊഴം എവിടെയാണെങ്കിൽ അവിടെ രാപ്പാർക്കുന്ന രീതിയായിരുന്നു പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നാൽ അനീതിയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഐന അനലിയോ, ഞാൻ ഇന്നെവിടെയാ, ഐന അന ഗദൻ, നാളെ എവിടെയാണ് എന്ന് ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാ? മറ്റുള്ള ഭാര്യമാരുടെ സമ്മതം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടണം. ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുമാ, ഈ രണ്ട് സഹാബത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നുണ്ട്. ശക്തമായ തലവേദന കാരണം ഒരു കെട്ട് പ്രവാചകൻ്റെ തലയിൽ കെട്ടിയിട്ടുണ്ട്. അവശത കാരണം 2 കാലുകളും നിലത്ത് വലിച്ചഴച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അലി ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും തോളിലിട്ടിട്ട് അങ്ങനെ വലിച്ചഴച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിലെത്തി. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് പ്രവാചകൻ ആ സമയത്ത് എന്താണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തലവേദനയ്ക്കൊരു ശമനം പ്രവാചകൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് പ്രവാചകൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുഅവ്വിദാത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഓതിക്കൊടുക്കുക. എന്നിട്ട് ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈ തന്നെ വെച്ചുകൊണ്ട് മുഅവ്വിദാത്ത് ഓതി കൊടുക്കുക. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയ മന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. അത് ആശ്വാസത്തിൻ്റെ ആ രംഗങ്ങളായിരുന്നു അവിടെയൊക്കെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ആ ചരിത്രങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ 5 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച ദിവസം തലക്കും വയറിനും വേദന കൂടാണ്. തലക്ക് മാത്രമുണ്ടായിരുന്ന വേദന വയറിലേക്കും കൂടിയും പകരുകയാണ്. തലക്ക് മീതെ വെള്ളമൊഴിക്കാൻ പറയുകയാണ്. വെള്ളമൊഴിച്ച് അല്പക്കൊരു ആശ്വാസം ലഭിച്ചപ്പോൾ സഹാബത്തിൻ്റെ സഹായത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി മിമ്പറിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ إن عبدا خير الله بين أن يؤتيه من زهرة الدنيا ما شاء وبين ما عنده فاختار ما عنده. കുറച്ച് രസകരമായ കുറച്ച് ആ രൂപത്തിലുള്ള വാചകങ്ങൾ പ്രയോഗിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഖുതുബ നടത്താൻ ഒരു പ്രസംഗം നടത്തുകയാണ്. എന്തായിരുന്നു പ്രിയപ്പെട്ട ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ചോയ്സ് കൊടുത്തു, 2 തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുത്തു. ഒന്ന്, ദുനിയാവിൻ്റെ സുന്ദരമായ കാഴ്ചകളിലും ദുനിയാവിൽ ജീവിച്ച് ആ തൂലിൽ ഉംറ് ഒരുപാട് ദീർഘായി ഒരുപാട് ഇവിടെ ജീവിക്കുക എന്നുള്ള ആ ഒരു അവസരവും അല്ലാഹു കൊടുത്തു.
മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അരികിലുള്ള സുന്ദരമായ ആ ഖാലിദം മുഖല്ലദായിട്ടുള്ള ആ സ്വർഗീയ ആരാമവും അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു അടിമക്ക് കൊടുത്തു എന്ന രൂപത്തിൽ ആ ഒരു പെട്ടെന്നൊരു സ്വഹാബത്തിനും പിടുത്തം കിട്ടാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സംസാരിക്കുകയാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് മനസ്സിലായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരയാ. മറ്റു സഹാബത്തെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യം എല്ലാ സഹാബത്തിനും മനസ്സിലായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിനുള്ള ആരംഭം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ഒരു സംശയത്തിന് പോലും ഇടല്ലാതെ, ഒരു ശങ്കക്ക് പോലും ഇടല്ലാതെ റസൂലുള്ള എന്തു പറഞ്ഞാലും റസൂലേ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. സ്വന്തം നാടും കുടുംബവും വിട്ടിട്ട് പ്രവാചകന്റെ പിന്നാലെ ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് പലതവണ പ്രവാചകന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതാണ് റഫീഖു ഹിജ്റയിലെ കൂട്ടുകാരൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയപ്പെട്ടവരെ നാമകരണം കിട്ടിയത്. റസൂൽ എന്തു പറഞ്ഞാലും അബൂജഹൽ കളിയാക്കിയില്ലേ, നിന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നിന്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസത്യ. അങ്ങനെ താങ്ങും തണലുമായ ഹിജ്റയുടെ വേളയിൽ മുന്നിലും പിറകിലും വലതുവശത്തും മാറി മാറി നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ പ്രവാചകന് വല്ലാത്ത ഇഷ്ടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉണ്ടായിരുന്നു. പ്രവാചകൻ അത് എടുത്തു പറയുന്നുമുണ്ട്, ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. അതെ, ജനങ്ങളിലെ ഏറ്റവും അത് സുഹബത്ത് കൊണ്ടാവട്ടെ സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും അബൂബക്കറിനോട് എനിക്കെന്തുണ്ട്, ഒരു കടപ്പാടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതേ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ശ്രേഷ്ഠതകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ഉണ്ട്. എന്തു പറഞ്ഞാലും ചരിത്രങ്ങളിൽ നാം അയവർക്കിയതാണ്. ഏത് രംഗത്തും മുന്നിൽ ആ ഒരു ഇഷ്ടം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ പറഞ്ഞില്ലേ, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖത്തു അബൂബക്കരി. അല്ലേ, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖത്തു അബൂബക്കർ. എനിക്ക് ദുനിയാവിലൊരു ഖലീലായിക്കൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇഷ്ടം പ്രവാചകനുണ്ടായിരുന്നു. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാനുള്ള വാതിൽ മാത്രം എന്ത് ചെയ്യാണ്, തുറന്നിടാൻ വേണ്ടി പറയാണ്. ഇതൊക്കെ എനിക്ക് ശേഷം അബൂബക്കറാണ് ഉത്തരവാദിത്തത്തിൽ വരേണ്ടത്, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള സൂചനകൾ കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ വ്യത്യസ്തമായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട്. അതിലൊരു ഉപദേശമാണ് അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഖറത്തി ദുനിയ ഖാലൂ വമാ സഖറത്തു ദുനിയ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു ദുനിയാവിൻ്റെ പ്രീതി, ദുനിയാവിൽ മാത്രം രസിച്ചും രമിച്ചും ജീവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. സ്വഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ എന്താണ് സഖറത്തു ദുനിയ റസൂലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ബറകാത്തുൽ അർള്. അതേ, ഈ ഭൂമി ലോകത്തെ ദുനിയാവിലെ സുന്ദരമായിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള വ്യാമോഹമാണ്, ദുനിയാവ് മാത്രമെന്നുള്ള ആഗ്രഹമാണ്, ദുനിയാവിൽ ഒരുപാട് പ്രതീക്ഷകളാണ്, ചിന്തകളാണ്. ഇത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുത്തു. മറ്റൊരു ഉപദേശം, ലഅനത്തുല്ലാഹി അലൽ യഹൂദ് വന്നസാറാ. യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹുവിൻ്റെ ശാപമുണ്ടല്ലോ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരവരുടെ അമ്പിയാക്കളുടെ, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി.
എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റല്ലേ അല്ലാഹ്. അതേ, ഒരു വിഭാഗത്തിൻ്റെ മേലെ അള്ളാഹുവിൻ്റെ കോപമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അതിർത്തിയുണ്ടല്ലോ, കഠിനമായിട്ടുണ്ട്. ഏത് വിഭാഗ? അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിൻ്റെ പേരിൽ ലഅനത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ ഏറെ ഗൗരവത്തോടു കൂടി പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. ഇന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്നേഹം വെച്ചുകൊണ്ട് ഒരാഴ്ചയോ 10 ദിവസമോ നീണ്ടു നിൽക്കുന്ന സ്നേഹപ്രകടനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ, അതിന് നേരെ കഠാര കുത്തിക്കയറ്റുന്ന രൂപത്തിലുള്ള പ്രവണതകളും പ്രവൃത്തികളുമല്ലേ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്വന്തം ഉപ്പയുടെ പോലും അവസാന നിമിഷത്തിലെ വാക്കുകളും വസീയത്തുകളും ജീവിതത്തിൽ നെഞ്ചിലേറ്റാൻ കഠിനമായി പ്രയത്നിക്കുന്ന നാം മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വസീയത്തിന് അംഗീകരിക്കാനും പ്രവർത്തിക്കാനും നാം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എത്ര നിർഭാഗ്യവാന്മാരാ, നാം എത്ര ദൗർഭാഗ്യവാന്മാരാ. ആ വിഷയത്തിൽ കൃത്യമായി നാം ഇടപെട്ടിട്ടില്ല എങ്കിൽ നമ്മളെത്ര ദീനിനോട് ഹുബ്ബില്ലാത്തവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡം മുസ്ലിമീങ്ങളുടെ മാത്രമാകണം. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലും നമസ്കാരം ഒഴിവാക്കരുത്. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ പ്രവാചകൻ കൊടുക്കുകയാണ്. അന്ന് ഈ 4 ദിവസം മുമ്പ് രോഗം മൂർച്ഛിച്ചിട്ടും 4 നേരം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമായി നിന്നു. ഇശാഇൻ്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവിടെ കൂടിയ സ്വഹാബത്ത് പറഞ്ഞു, ലാഹും യൻതദിറൂൻ, റസൂലേ, അവർ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, അവർ താങ്കളെ കാത്തിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ തൻ്റെ സ്വഹാബത്തിനോടൊപ്പം തൻ്റെ അനുചരന്മാരോടൊപ്പം നമസ്കരിക്കണമെന്ന് അതിയായ ആഗ്രഹം. ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതെൻ്റെ തലയിലൊഴിക്കാൻ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹിക്ക് ബോധം വന്നു, ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളൊരവസ്ഥ അങ്ങനെ 3 തവണ ആവർത്തിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് ബോധം സ്ഥിരമായി നിൽക്കുന്നില്ല. അതുകൊണ്ട് റസൂൽ ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ലഹും യൻതദിറൂൻ, റസൂലേ, അവരിങ്ങളെ കാത്തിരിക്കട്ടോ. ഇനി സാധ്യമാകില്ല എന്ന് മനസ്സിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാമ നിൽക്കാൻ ആവശ്യപ്പെട്ട് പിന്നീടുള്ളൊരു നമസ്കാരങ്ങൾക്കും റസൂലുള്ളാഹി ഇമാമത്ത് നിന്നിട്ടില്ല. ആ ഒരു വല്ലാത്ത വേദനയേറിയ ദിവസങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. റബീഉൽ അവ്വൽ 5 റബീഉൽ അവ്വൽ 5 അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ വേദനിച്ച, ഏറെ ബുദ്ധിമുട്ടിയ, ഏറെ സങ്കടപ്പെട്ട ദിനങ്ങളിൽ ആ ദിവസത്തിൽ പാടാനും ആടാനും മുഷ്ടി ചുരുക്കി മുദ്രാവാക്യങ്ങൾ വിളിക്കാനുമൊക്കെ ഏറെ പ്രയത്നിക്കുന്ന സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി. ളുഹറിൻ്റെ സമയത്ത് അല്പം ഒരു ആശ്വാസം ലഭിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ളുഹർ നമസ്കാരത്തിനായി ഇമാം നിൽക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു സന്തോഷം. റസൂലുള്ളാഹി വന്നല്ലോ, പിറകോട്ട് മാറി നിന്ന സമയത്ത് റസൂലുള്ളാഹി കൈ കാണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കീഴിൽ മഅ്മൂമായിട്ട് നമസ്കരിക്കുകയാണ്. മരണത്തിൻ്റെ തലേ ദിവസം ഞായറാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടിമകളെ എല്ലാവരെയും മോചിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു. വാള് മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്തു. അന്ന് തൻ്റെ വീട്ടിൽ
വിളക്കിലൊന്നൊഴിക്കാനുള്ള എണ്ണ കടം വാങ്ങുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ തലേ ദിവസത്തെ ആ മദീനയിലെ പ്രവാചകൻ്റെ കൂരയിലുണ്ടായിരുന്ന രംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വഫാത്താകുന്ന ആ തിങ്കളാഴ്ച ദിവസം സുബഹിൻ്റെ നേരാണ്. സുബഹിൻ്റെ നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിൻ്റെ ആ മുറി ഇങ്ങനെ നീക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ സ്വഹാബത്ത് ഇങ്ങനെ വരിയായി നിൽക്കുന്നത് കണ്ട് റസൂലുള്ളാഹി പുഞ്ചിരിക്കുന്നുണ്ട്. റസൂൽ വരുമെന്ന് കരുതി അവർ, റസൂലുള്ളാഹിക്ക് ആശ്വാസം കിട്ടിയെന്നവർ കരുതി. പക്ഷെ റസൂലുള്ളാഹിക്ക് കഴിയാത്തൊരവസ്ഥയിൽ റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. നിങ്ങൾ നിസ്കരിച്ചോളെന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വഹാബത്തിന് ആ ഒരു അവസാന നിമിഷങ്ങൾ അവരുടെ നമസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ, അതിനെങ്ങാനും കുഴപ്പമുണ്ടായി പോകുമോ എന്നടക്കം ഭയപ്പെടുന്ന രൂപത്തിലുള്ളൊരു ഇടപെടൽ അവിടെ ഉണ്ടായി എന്നുള്ളത്. റസൂലുള്ളാഹിൻ്റെ പുഞ്ചിരി കണ്ടിട്ട് അവർ നേരെ എന്ത് ചെയ്യാണ്, നിസ്കരിക്കാൻ വേണ്ടി. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ അത്രയേറെ നെഞ്ചിലേറ്റിയ സ്നേഹിച്ച സഹാബത്തല്ലേ പ്രിയപ്പെട്ടവരെ. അത് നമുക്കിങ്ങനെ അത് പറയുമ്പോഴും ഖുതുബയിൽ പറയുമ്പോഴൊന്നും അത് എത്രത്തോളം ആ രംഗങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നമ്മൾ എത്ര വേദന സഹിച്ചാലും അത് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. പ്രവാചകന് വേണ്ടിയിട്ട് നെഞ്ച് വിരിപ്പമാറാക്കിയിട്ട് അമ്പുകളെ ഏറ്റുവാങ്ങിയ സ്വഹാബത്താ പ്രവാചകനെ സംരക്ഷിക്കാൻ ഉണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹിക്ക് ഒന്നും പറ്റരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ കിടന്ന സ്വഹാബത്താണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു പ്രയാസം പോലും അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ മുന്നിലും പിറകിലും നടന്ന സ്വഹാബത്ത് അവിടെ ഉള്ളത്. അവർക്ക് എത്രത്തോളം വിഷമമുണ്ടായിട്ടുണ്ടാവും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ വഫാത്തിൻ്റെ സമയം ഒരു ദുഹാ സമയ വേദനയുള്ള ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പിടിച്ചു. അതിശക്തമായ വേദന. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ 2 വട്ടം തൻ്റെ അടുത്തേക്ക് വിളിച്ച് സ്വകാര്യം പറഞ്ഞു. ആദ്യത്തെ തവണ വിളിച്ച സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്, ഫബക്കത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ തവണ വിളിച്ച സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സന്തോഷിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഫാത്തിമ റസൂലുള്ളാഹ് നിന്നോട് എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹിന്റെ വഫാത്ത് അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ ചിരിച്ചില്ലേ, ഞാൻ സന്തോഷിച്ചില്ലേ? ഫഅഖ്ബറനി അന്നി അവ്വലു അഖ്ലിഹി യതബഉഹു ഫളഹിഖ്തു. ഞാനാണ് ഈ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ശേഷം പിന്നീട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകുന്ന ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഈ 2 കാര്യങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവസാന സമയത്ത് പോലും തൻ്റെ ഭാര്യമാർക്ക്, തൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്സലാത്ത്, നമസ്കാരം. അസ്സലാത്ത്, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ വസിയ്യത്ത്, ആ വസിയ്യത്ത് പോലും നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ആഘോഷിച്ച് മുഷ്ടി ചുരുക്കി മുദ്രാവാക്യങ്ങളും പാട്ടുകളും പായസങ്ങളും ആഘോഷങ്ങളും ആയി നടക്കുന്ന ദിവസം എത്ര പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ആ സുബഹി ജമാഅത്ത് കിട്ടുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയ്യത്ത് റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹാബത്തിനുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, സഹാബത്തിനുണ്ടാക്കിയ വേദനയുണ്ടല്ലോ, അത് നിസ്സാരമല്ല. റസൂൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, യാ ആയിഷ മാ അസാലു അജിദു അലമ ത്വആമി അല്ലദീ അകൽതു ബി ഖൈബർ. ഖൈബറിൽ വെച്ച് ആ ജൂത സ്ത്രീ തന്ന ഇറച്ചി കഷ്ണത്തിൻ്റെ വേദന ആയിഷ ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്കറിയാ, എൻ്റെ ഉപ്പയ്ക്ക് എന്തൊരു വേദനയാ, എൻ്റെ ഉപ്പയ്ക്ക് എന്തൊരു വേദന. ആ രൂപത്തിൽ റസൂലുള്ളാഹി പുളകി ആ വേദനകൾ ഇങ്ങനെ റസൂലുള്ളാഹി അനുഭവിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെ കഴിയുക. അപ്പോൾ അബ്ദുറഹ്മാൻ ബിനു
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ മിസ്വാക്കിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് തൻ്റെ പല്ലിലിട്ട് പദം വരുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേച്ചു കൊടുക്കുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, വജമഅല്ലാഹു ബൈന റീഖി വരീഖിഹി, എൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഉമിനീര് അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിപ്പിച്ചു. അത് ആ അവസാന നിമിഷത്തിലെ ആ സുന്ദരമായ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ എത്ര മനോഹരമായിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറയുന്നുണ്ട്. സുമ്മ നസബ യദഹു, ആകാശത്തിലേക്ക് കരങ്ങൾ ഉയരുന്നുണ്ട്. ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ എന്ന് 3 തവണ പറഞ്ഞ് അങ്ങനെ കൈകൾ താഴ്ന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിമിഷം നാം അറിയണം. റസൂലുള്ളാഹി ഇതാണ് ഇദാ അസാബ അഹദുകും മുസീബ ഫൽയദ്കുർ മുസീബത്ത്, എൻ്റെ മുസീബത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇത്. അത്രയും നിമിഷങ്ങളിലൂടെ, അത്രയും ഘട്ടങ്ങളിലൂടെ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ കടന്നുപോയിട്ടുണ്ട്. ആ ദിവസത്തിൽ ആഘോഷിക്കാൻ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസിക്കും യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മികില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂല് മദീനയിലേക്ക് കടന്നു വന്ന ആ ദിവസം ഉണ്ടല്ലോ, ഫമാ റഅയ്തു യൗമൻ ഖത്തു അഹ്സന വലാ അൽവഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് കടന്നു വന്ന ആ ദിവസം മദീന ഇത്രയേറെ പ്രകാശിച്ചിട്ടില്ല. മദീനയിലെ നിവാസികൾ ഇത്രയേറെ സന്തോഷിച്ച ദിനം മറ്റൊന്നുണ്ടായിട്ടില്ല. അങ്ങനെ അവർക്ക് സന്തോഷമായിരുന്നു അല്ലേ. കന്യകകൾ പോലും അവരുടെ അറക്കുള്ളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതല്ലേ. അത്രയും ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെയാണ് അവർ പ്രവാചകനെ വരവേറ്റത്. ഇനി നോക്കിയേ, വശഹിദ്തുഹു യൗമ മൗതിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ദിവസങ്ങൾ ഞാൻ അവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഫമാ റഅയ്തു യൗമൻ കാന അക്ബഹ വലാ അദ്ലമ മിൻ യൗമി മാത ഫീഹി റസൂലുള്ളാഹ്. റസൂലുള്ളാഹി വഫാത്തായ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലാണ് മദീന ഇരുണ്ടുപോയത്. മദീനയിലെ നിവാസികൾ ഇത്രയേറെ ദുഃഖത്താൽ കരഞ്ഞുപോയൊരു ദിവസം ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അത്രയേറെ അവർ വേദനിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു നാട് വിടുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ എത്ര സ്വഹാബത്ത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ വേദനിച്ചിട്ടുണ്ട്, അവർ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് ഇത്തരം ഒരു ആഘോഷത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇത് പക്കാ ഷിയായിസത്തിൻ്റെ ജൂതന്മാരുടെ സൃഷ്ടിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ രൂപത്തിൽ ഇതിനെ കൊണ്ടാടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊപ്പം ഇന്ന് ഇല്ല എങ്കിലും വദീനുഹു ബാഖിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി വെച്ച അസുന്ദരമായ ദീനിൻ്റെ അധ്യാപനങ്ങളുണ്ട്. അതിന് നേർ വിപരീതം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൊണ്ട് നാളെ ഹൗദുൽ കൗസർ റസൂലുള്ളാഹിൻ്റെ കരങ്ങളിൽ നിന്ന് മേടിച്ച് കുടിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവരെ നിങ്ങൾക്ക് വിദൂരത്ത് പോകാമെന്ന് റസൂലുള്ളാഹി പറയുന്നൊരവസ്ഥ എത്ര വേദനാജനകമാണ്, എത്ര ഖേദകരമാണ്
വിഷയമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ മുസ്ലിമാകുമ്പോൾ എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് മുസ്ലിമീങ്ങൾക്കില്ല. അത് ഏത് ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും, അത് എന്ത് ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എല്ലാ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം എന്നുള്ളത് റബ്ബിൽ കീഴൊതുങ്ങിയവനാ. ഖലീലുള്ളാഹിന്റെ ചരിത്രമാണ് നാം ഓർക്കേണ്ടത്. കൂടുതൽ പറയുന്നില്ല. ആടാനും പാടാനും രസിക്കാനും തോന്നിയ രൂപത്തിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ ഈ രൂപത്തിൽ റോഡുകളിലൂടെയും അങ്ങാടികളിലൂടെയും ഈ ദിവസങ്ങളിലൊക്കെ ആ രൂപത്തിൽ ചില കാട്ടിക്കൂട്ടലുകൾ നടക്കുന്നു. നമ്മുടെ മക്കൾ അതിനുണ്ടാവില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. എന്തേ ഞാൻ മുസ്ലിമാ, എന്തേ ഞാൻ മുസ്ലിമത്താണ് എന്നുള്ള തീരുമാനം മുസ്ലിമീങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ സ്നേഹം വേണ്ടെന്നോ ഐക്യം വേണ്ടെന്നോ സൗഹൃദം വേണ്ടെന്നോ എന്നൊന്നുമല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകണമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതാ സഹവർത്തിത്വത്തിലൂടെ തന്നെ പോകണമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്നേഹത്തിലൂടെ തന്നെ പോകണമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ദീനിൻ്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ വെള്ളം ചേർക്കുന്നത് ഗൗരവമാണ്. വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ വെള്ളം ചേർക്കുന്നത് ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ ദീനിൻ്റെ അധ്യാപനങ്ങൾ നെഞ്ചിലേറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാദാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് നൽകിയ ഇസ്സത്ത്, ആ പ്രതാപം കളഞ്ഞു കുടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ സന്താനങ്ങളെയോ ഉൾപ്പെടുത്തല്ല നാദാ. അല്ലാഹുവേ, ഇസ്സത്തോടുകൂടി ജീവിക്കാനും മുഅ്മിനായി മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാർ പലരും ഖബറിലാണ്. ഖബറുടെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹുവേ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് റബ്ബേ കാവൽ നൽകണേ അല്ലാഹുവേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ വേദനകൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവേ പരിഹാരമേകണേ നാദാ. അല്ലാഹുവേ, ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് ഇഖ്ലാസോടുകൂടി പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നാദാ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.